വ്ളോഗർ ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കുളത്തിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചതിന് പിന്നാലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് പുണ്യാഹ ചടങ്ങുകൾ നടന്നത്. ഇതേ തുടർന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. ക്ഷേത്ര ശുദ്ധീകരണ ചടങ്ങുകളുടെ ഭാഗമായി ശീവേലി നടന്നു. വിഗ്രഹത്തെ സ്വർണ്ണത്തളികയിൽ വെച്ച് ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചു. ഇതിനൊപ്പം മറ്റു പൂജകൾ നടന്നു. 5 ഓദിക്കന്മാർ ചേർന്ന് ഹോമം, പുണ്യാഹം ചടങ്ങുകൾക്ക് ശേഷം 6 ദിവസത്തെ 18 പൂജകളും 18 ശീവേലികളും വീണ്ടും നടത്തി. ക്ഷേത്രക്കുളം രുദ്രതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ വർഷവും ക്ഷേത്രത്തിലെ ആറാട്ട് ചടങ്ങ് നടക്കുന്നത് ഈ ക്ഷേത്രക്കുളത്തിലാണ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ജാസ്മിൻ കുളത്തിലിറങ്ങിയ അന്നു മുതലുള്ള പൂജകളാണ് ചൊവ്വാഴ്ച തുടങ്ങിയത്. ക്ഷേത്രം തന്ത്രിയാണ് പ്രായശ്ചിത്തം സംഭവിച്ച് തീരുമാനമെടുത്തത്. വിവാദം ദേശീയ മാധ്യമങ്ങളും വാർത്തയായിട്ടുണ്ട്. പുണ്യാഹം ചടങ്ങിനെ തുടർന്ന് ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പുണ്യാഹ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകിട്ട് മാത്രമേ ഭക്തർക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടായിട്ടുള്ളൂ. ക്ഷേത്രക്കുളത്തിൽ ആചാരവിരുദ്ധമായി അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനാൽ നടത്തുന്ന ശുദ്ധികർമ്മങ്ങൾ കാരണം രാവിലെ 5 മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം ഉണ്ടായിരുന്നു. ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കുളത്തിലിറങ്ങി ചിത്രീകരിച്ച റീൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് പരാതി ഉയർന്നത്. ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് കുളവും കണക്കാക്കുന്നത്. ക്ഷേത്രത്തിലേതുപോലെ കുളത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി വിലക്കിയിട്ടുമുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൈമാറിയിരിക്കുകയാണ്. കോടതിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. സംഭവം വിവാദമായതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് ജാസ്മിൻ നേരിടേണ്ടി വന്നത്. ഇതോടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ ജാസ്മിൻ മാപ്പ് പറഞ്ഞിരുന്നു.